യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പൽക്കാല ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും ബലത്തോടും ശക്തിയോടും നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ നമ്മുടെ കഴിവല്ല. ദൈവം നമ്മെ ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയകരമായിട്ട് ദൈവം നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് നന്ദിയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ഏകനായിട്ട് നമ്മെ വിടാത്ത കർത്താവ് ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് അറിയിച്ചത് കർത്താവ് നമ്മുടെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും നമ്മുടെ രോഗങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും കൂടെ ഇരിക്കുന്ന യേശു കർത്താവ് നമ്മെ ഒരു നാളും കൈവിട്ട് കളയുകയില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവമക്കളെ, യേശുവിന്റെ അടുക്കൽ വരുന്നവരെ കർത്താവ് വെറും കൈയായി വിടുകയല്ല, അവരോട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നാം മനുഷ്യരുടെ അടുക്കലൊക്കെ കടന്നു പോയാൽ ചിലപ്പോൾ നിരാശപ്പെട്ട് കടന്നു വരാം, ഭാരപ്പെട്ട് കടന്നു വരാം. പക്ഷേ യേശുവിന്റെ അടുക്കൽ കടന്നു പോയ കർത്താവ് നമ്മെ നിരാശനാക്കി വിടുകയല്ല, നമ്മെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കർത്താവിന്റെ അടുക്കൽ വന്നിരിക്കുന്ന പ്രിയ ദൈവത്തിലെ കർത്താവ് നിങ്ങളെ കണ്ട് മനസ്സലിയും. നിങ്ങളുടെ കഷ്ടതകളിലും നിങ്ങളുടെ പ്രയാസങ്ങളിലും നിങ്ങളുടെ ദുഃഖങ്ങളും കണ്ട് ഹല്ലേലൂയ മാറി നിൽക്കുന്ന ഒരു കർത്താവല്ല, നിങ്ങളെ കണ്ട് മനസ്സലിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ അറിഞ്ഞ് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവ് മനസ്സലിഞ്ഞ അതിനകത്ത് വിടുതലാണ്. അങ്ങനെയൊക്കെ തിരുവചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മർക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ പുരുഷരെ ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നും ഇല്ലായ്ക്കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ ഭാഗം നമുക്ക് ഒത്തിരി സുപരിചിതമായ ഭാഗമാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവ് മനസ്സലിവ് കാണിക്കുന്ന ഒരു ഭാഗത്തെയാണ് കാണുവാൻ സാധിക്കുന്നു. 3 നാളായിട്ട് അതിന്റെ തൊട്ടു മുമ്പിലുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. 3 നാളായിട്ട് എന്ത് ചെയ്യുന്നു? യേശു കർത്താവിന്റെ അടുക്കൽ ഇരുന്ന് അവരെന്ത് ചെയ്യുന്നു? തിരുവചനം കേൾക്കുകയാണ്. പ്രിയ മക്കളെ, നമുക്ക് കർത്താവിന്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആത്മീയമായിട്ടുള്ള വിടുതൽ മാത്രമല്ല, ഭൗതികമായിട്ടും ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് ആവശ്യമുണ്ട് അതും തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കും, അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നും ഇല്ലായിരുന്നു. യേശു ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരോട് പറയുന്ന ഒരു കാര്യമാണ്. എന്താ പറയുന്നത്? ഈ പുരുഷാരം 3 നാളായിട്ട് യേശുവിന്റെ കൂടെ പാർക്കുകയാണ്, അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നും ഇല്ലായ്ക്കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. നീ കർത്താവിൻ്റെ കൂടെ പാർത്ത, നീ കർത്താവിൻ്റെ കൂടെ ആയിരുന്ന, ഞാൻ പറയട്ടെ, നിന്റെ അവസ്ഥ കണ്ട് മനസ്സലിയുന്ന കർത്താവാണ്. സ്തോത്രം. നിരാശപ്പെട്ടു പോകാനായിട്ട് കർത്താവ് വിടുകയല്ലേ. ഇവിടെ പറയുന്നു 3 നാളായി ഈ പുരുഷാരം എന്നോട് കൂടെ പാർക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവത്തിലെ കർത്താവിൻ്റെ കൂടെ നമുക്ക് പാർക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ കഷ്ടതകൾ അറിഞ്ഞ് സഹതാപവും മനസ്സലിവും കാണിക്കുന്ന ഒരു പിതാവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുവിന്റെ അടുക്കൽ വന്ന ഒരു കുഷ്ഠരോഗിയെ പറ്റി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരിക്കലും ആ കുഷ്ഠരോഗിയെ യേശുവിന് തൊടാനായിട്ടുള്ള ഒരു സാഹചര്യമല്ല. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ആ കുഷ്ഠരോഗിയെ കാണുകയോ തൊടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ മാറി നിൽക്കേണ്ട ഒരു അനുഭവമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പക്ഷേ 40-ാം വാക്യത്തിൽ കണ്ടു, ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്ക വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. പ്രിയ ദൈവമക്കളെ, ആരും തൊടാൻ ആഗ്രഹിക്കാതെ ഇരിക്കുമ്പോൾ എല്ലാരും കാണുമ്പോൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗികളെ കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ യേശു കർത്താവ് അവിടെ ആ ഒരു സാഹചര്യത്തിനകത്ത് യേശു കർത്താവിന്റെ ഒരു വാക്ക് മതി ആ മനുഷ്യനെ സൗഖ്യമാകുവാനായിട്ട്. പക്ഷേ യേശു കർത്താവ് ചെയ്യുന്നു, യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു എന്ന് കാണുന്നു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു എന്ന് ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവത്തിലെ സ്തോത്ര ഹല്ലേലൂയ. ഇതാ നമ്മുടെ കർത്താവ്, നമ്മുടെ അവസ്ഥകളെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ്, നമ്മുടെ സാഹചര്യത്തെ കണ്ട് മനസ്സലിഞ്ഞ ഈ കുഷ്ഠരോഗി എല്ലാവരും അവഗണിക്കുന്ന അനുഭവങ്ങൾ കാണുക. അതേ സ്തോത്രം, ആരും കൂട്ടാക്കുന്നില്ലായിരിക്കും. ആരും കുഷ്ഠരോഗി ആയിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം കാണും, എന്നെ ആരും തൊടത്തില്ല, എന്നെ ആരെങ്കിലും ഒന്ന് തൊട്ടെങ്കിൽ എന്നുള്ള ഒരു ചിന്തയൊക്കെയും തൻ്റെ ഉള്ളിൽ കാണും. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ, നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ കാണുന്ന ഒരു കർത്താവ് ആ മനുഷ്യനോട് ഒരു വാക്ക് നിനക്ക് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് സൗഖ്യമാകും. പക്ഷേ ആ ഹൃദയത്തിന്റെ ആഴം കാരണം മറ്റുള്ളവർ അവനെ തൊടാതിരിക്കുന്നത് മുഖാന്തരമായിട്ട്, അവഗണിക്കുന്ന മുഖാന്തരമായിട്ട് മനസ്സിലേറ്റ ഒത്തിരി മുറിവുകൾ കാണും. ആ മുറിവുകളെ കണ്ടുകൊണ്ടാ യേശു കർത്താവ് എന്ത് ചെയ്യുന്ന ആ മനുഷ്യനെ തൊട്ടു. ഹല്ലേലൂയ. ആരും നിന്നെ തൊട്ടില്ല എങ്കിലും നിന്നെ തൊടുവാൻ ഹല്ലേലൂയ ഒരു യേശു കർത്താവ് ഉണ്ട്. നിന്റെ മനസ്സിനെ തൊടുവാൻ. ലോകം നിന്റെ അവസ്ഥകളെ കണ്ടുകൊണ്ട് അവഗണിച്ച് നിരിക്കാം, മാറ്റി നിർത്തി നിരിക്കാം. സ്തോത്ര. പക്ഷെ ഞാൻ പറയട്ടെ, നിന്റെ അടുക്കൽ വന്ന് നിന്നെ തൊടുന്ന ഒരു യേശു കർത്താവ് ഉണ്ട്. സ്തോത്ര. നിന്നെ തനിച്ചു വിടാത്തൊരു കർത്താവുണ്ട്. യേശു കർത്താവ് ആ മനുഷ്യനെ തൊട്ടു, കൈ നീട്ടി അവനെ തൊട്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഉടനെ അവനിൽ നിന്ന് കുഷ്ഠരോഗം മാറി അവൻ ശുദ്ധനായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. വായിച്ച ഭാഗത്ത് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു, ഈ പുരുഷാരം 3 നാളായി എന്നോടൊപ്പം പാർക്കുന്നു, അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവാനായിട്ട് ഒന്നുമില്ലാതെയായി മനസ്സ് വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന യേശു കർത്താവിനെ കാണുന്നു. ഇവിടെ നമുക്ക് തിരിച്ചു കാണുവാൻ സാധിക്കുന്നു. എന്നിട്ട് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വച്ച് തളർന്നു പോകും. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. എന്റെ കർത്താവിന്റെ വിചാരങ്ങളെ എത്രയോ വലുതാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്നതിന്, നാം വിചാരിക്കുന്നതിനേക്കാളും നമ്മെക്കുറിച്ച് കർത്താവിന്റെ അടുക്കൽ വരുന്ന തന്റെ പ്രിയ മക്കളെ കുറിച്ച് വിചാരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് പറയുന്നുണ്ട്, അവർ വഴി വച്ച് തളർന്നു പോകും. ഹല്ലേലൂയ. അതേ, നിനക്ക് എവിടം വരെ ഓടിയെത്താനായിട്ട് കഴിയും ഹല്ലേലൂയ എന്നറിയുന്ന ഒരു കർത്താവ്. അതിനപ്പുറം പോകണമെങ്കിൽ കർത്താവിന്റെ കൃപ നിനക്ക് വേണം. സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തെ ഞാൻ പറയട്ടെ, സ്തോത്രം, കർത്താവിന്റെ അടുക്കൽ വന്ന ദൈവ പൈതലെ, നീ വഴി വെച്ച് തളർന്നു പോകുവാൻ, നീ വഴി വെച്ച് ക്ഷീണിച്ചു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. അവിടെയാ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അവർ വഴി വെച്ച് എന്ന് തളർന്നു പോകും. നീ തളർന്നു പോകാതെ വേണം നിന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ ക്ഷീണം തട്ടും, നിനക്ക് ശരീരത്തിന് ക്ഷീണം തട്ടും, നീ വീണു പോകുക. അത് വരാതിരിക്കുവാനായിട്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യേശു കർത്താവുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എവിടെ നിന്ന് വന്നു എന്നെല്ലാം അറിയുന്ന ഒരു കർത്താവ്. ഇത്രയും പുരുഷാരം നിൽക്കുമ്പോൾ ഓരോരുത്തർ എവിടെ നിന്ന് എന്ന് വന്നു എന്നൊന്നും ആർക്കറിയത്തില്ലായിരിക്കും. പക്ഷേ യേശു കർത്താവിന് അറിയാം. സ്തോത്രം. അതേ സ്തോത്രം. നീ എവിടെ നിന്നാ വന്നത്, ആരുടെ അടുക്കലാ വന്നത്, നീ ഇനി എത്ര ടൈം എടുത്തു കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചെത്താൻ കഴിയും, ഇതെല്ലാം നമ്മുടെ ഏറ്റവും അറിയുന്ന യേശു കർത്താവാണ്. പ്രിയ ദൈവത്തിലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നത്, നീ വന്നിരിക്കുന്നത് ആരാ, നീ വന്നിരിക്കുന്നത് ആരുടെ അടുക്കലാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നാം ഒന്നിനെ ഓർത്ത് ഭാരപ്പെടുകയില്ല, നാം ഒന്നും ഓർത്ത് ആകുലപ്പെടുകയില്ല. ഇവിടെ കാണുവാൻ സാധിക്കുന്ന ആ പുരുഷാരം എണീറ്റു പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ 3 നാളായിട്ട് ഇരുന്നു. സ്തോത്രം. അവരുടെ ജീവിതത്തെ അറിഞ്ഞതായ കർത്താവ് അവിടെ പറയുന്നു, ഇവർക്ക് മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയുമെന്നൊക്കെ
ശിഷ്യന്മാർ ഇതിന് മറുപടിയായിട്ട് പറയുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവൻ അവരോട് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ച് 7 എന്ന് പറഞ്ഞു. ആ ഭാഗം നമുക്കറിയാം. പുരുഷാരത്തെ നിലത്തിരുത്തുവാൻ പറയുന്നു. അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് കർത്താവ് ആ അപ്പത്തെ എടുത്തു വാഴ്ത്തി കൊടുക്കുന്ന ഒരു ഭാഗം കാണുവാൻ സാധിക്കുന്നു. അവിടെ നമുക്ക് കാണുന്നു, അതിന് 8-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവർ തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. പ്രിയ ദൈവത്തിനെ, അതേ സ്തോത്രം, അവരെ ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ അവർക്ക് കൊടുത്തുവിട്ട ഒരു കർത്താവിനെ അല്ല കാണുവാൻ സാധിക്കും. അവർ തിന്ന് തൃപ്തരായി. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ വരുന്ന ദൈവ പൈതനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. 3 ദിവസമായി അവർ ആത്മീയ മന്ന ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ അതേ സ്തോത്രം, ഹല്ലേലൂയ, അവർ വഴി വെച്ച് തളർന്നു പോകാതിരിക്കുവാൻ അതേ ഭൗതികമായിരിക്കുന്ന ആഹാരത്തെ കൊടുത്ത് തൃപ്തിയാക്കിയ ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, സ്തോത്ര, നിന്റെ ക്ഷീണം മാറ്റുവാൻ നിന്റെ ആ ഒരു ടൈമിന്റെ ആവശ്യത്തെ മാത്രം എങ്ങനെയെങ്കിലും ചെയ്തു വിടുന്ന ഒരു കർത്താവല്ല അവിടെ കാണുവാൻ സാധിക്കുന്നു. അവർ തിന്ന് തൃപ്തരായ ശേഷം ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. ഇനി ആർക്കും തികഞ്ഞില്ല, എനിക്ക് ആർക്കെങ്കിലും അല്പമെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയ്യോ അത് ഇല്ലാതായി പോയല്ലോ എന്ന് ചിന്തിക്കുവാൻ ഇടയാകാതെ 7 വട്ടി സ്തോത്രം അവിടെ കർത്താവ് ബാക്കിയെടുത്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ അവസ്ഥകളെ കണ്ടു മനസ്സറിയുന്ന ഒരു കർത്താവുണ്ട്. കർത്താവിന്റെ അടുക്കൽ വരുന്ന ദൈവ പൈതലേ, നീ ക്ഷീണിച്ചു പോകുക, നീ വഴി വച്ച് നഷ്ടപ്പെട്ടു പോകുക, നീ വഴി വച്ച് തളർന്നു പോകുക ദൈവം അനുവദിക്കുകയല്ല. നിന്നെ തൃപ്തിയാക്കുകയും അതോടൊപ്പം നിനക്ക് വേണ്ടതൊക്കെയും തന്ന് നിന്നെ പോഷിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. അതേ ഭാഗം തന്നെ നമുക്ക് സ്തോത്രം മറ്റൊരു സംഭവം നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 5000 പേരെ കർത്താവ് യേശുവിന്റെ അടുക്കൽ വന്ന 5000 പേരെ പോഷിപ്പിക്കുന്ന ഭാഗം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. പിന്നെ അതിന്റെ 30-ാം വാക്യം മുതൽ, പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തത് ഉപദേശിച്ച് എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നവർ, അവർക്ക് ഭക്ഷിക്കുവാൻ പോലും സമയം ഇല്ലായിക്കൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ട് പോയി അല്പം ആശ്വസിച്ചു കൊള്ളുവാൻ യേശു കർത്താവ് പറയുന്ന ഒരു അനുഭവം അവിടെ കാണുവാൻ സാധിക്കുന്നു. അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞ് എല്ലാ പട്ടണത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു, കാൽനടയായി അവിടേക്ക് ജനം ഓടിയെത്തുന്ന ഒരു അനുഭവം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയേറെ വലിയ പുരുഷാരത്തെ കണ്ടു. യേശു കർത്താവ് അവിടെ പടകിൽ ഇറങ്ങിയപ്പോൾ വലിയൊരു പുരുഷാരത്തെ യേശു കർത്താവ് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരെ മനസ്സലിഞ്ഞു പലരും ഉപദേശിച്ചു തുടങ്ങി. പ്രിയതേമൊക്കെ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരിങ്ങനെ ഉഴന്ന് നടക്കുന്നത് കണ്ടപ്പോൾ യേശു കർത്താവ് മനസ്സലിഞ്ഞു. അവരോട് എന്ത് ചെയ്യുന്നു, പലതും ഉപദേശിച്ചു തുടങ്ങി. നീ അലയുക, നീ അതേ സ്തോത്രം മാറി നടക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിന്നെ കണ്ട് മനസ്സറിയുന്ന ഒരു കർത്താവുണ്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരെ പുരുഷാരത്തെ കണ്ട് അവൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞിട്ട് യേശു കർത്താവ് എന്ത് ചെയ്യണം, അവരെ ഉപദേശിച്ചു തുടങ്ങി. പ്രിയതേ മക്കളെ, കർത്താവിന്റെ അടുക്കൽ വരുന്ന ദൈവ പൈതന്നെ കർത്താവ് വേണ്ട ഉപദേശങ്ങൾ തരുവാനായിട്ട് ഇടയത്തിനും അതേ സ്തോത്രം നമ്മൾ അലയുവാൻ ഇടയാകാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആലോചന പറഞ്ഞ് തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം എന്റെ അവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ ഉപദേശവും കേട്ട് എന്ത് ചെയ്യുന്നു, അവിടെയുള്ള കടന്നു വന്നവർ യേശുവിന്റെ അടുക്കെന്ന് മാറിപ്പോകാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ യേശു കർത്താവ് പറയുന്ന കാര്യമുണ്ട്. സ്തോത്രം വൈകിട്ട് ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരെ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടുക, ഇവിടെ നിർജ്ജനമാണ്, ഇവിടെ അവിടുത്തെ സാഹചര്യത്തെ പറയുകയാണ്, ഇവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുക്കാനായിട്ട് ഒന്നുമില്ല, അത് ചുറ്റുമുള്ള ഊരുകളിലൊക്കെ പോയി ഭക്ഷിച്ചിട്ട് അവർ ഭക്ഷണം വല്ലതോ കൊള്ളേണ്ടത് അവരെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ യേശു കർത്താവിനോട് പറയുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെയും യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്ര, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്ന് കൽപ്പിച്ചു. പ്രിയതേ മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ കർത്താവ് വെറുതെ വിടുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ആത്മീയ മന്ന കൊടുക്കുന്നതിനോടൊപ്പം വേണ്ട ഉപദേശം കൊടുക്കുന്നതിനോടൊപ്പം ഭൗതികമായും അവരെ തൃപ്തിയാക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടുവന്നിട്ട്
അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് പറഞ്ഞു. അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ടെന്ന് അവിടെയും ചോദിക്കുമ്പോൾ അവൻ നോക്കിയിട്ട് 5 മീനും 5 2 മീനും ഉണ്ട് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ അവൻ അവരോട് എല്ലാവരോടും പച്ചപ്പുൽ പന്തിയായി ഇരിക്കുവാനായിട്ട് പറഞ്ഞു. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുന്നു, അവർ 150 വീതം നന്നായിട്ടിരുത്തി. അവർ ആ 5 അപ്പോൾ 2 മീനും എടുത്ത് സ്വർഗ്ഗത്തേക്ക് നോക്കി വാഴ്ത്തിയിട്ട് യേശു കർത്താവ് അവർക്ക് വിളമ്പുവാനായിട്ട് കൊടുത്തു. അവിടെയും നമുക്ക് കാണുന്നു, എല്ലാവരും തിന്നു തൃപ്തരായി. സ്തോത്രം. പ്രിയ ദൈവത്തിലെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, കർത്താവിന്റെ അടുക്കൽ വരുന്ന ദൈവ പൈതന്നെ സ്തോത്രം, കർത്താവ് വെറും കൈയായി വിടുകയില്ല. അവൻ തളർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. അവനെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്, അവനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്, അവന് വേണ്ടി ശേഷിപ്പിനെ എടുക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ ഒരു നല്ല ഇടയന്റെ അടുക്കലേക്ക് ഈ പ്രഭാതത്തിലേക്ക് നമുക്ക് കടന്നു വരാമോ? പല വിടുതലിനും വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടി നാം പലരെയും സമീപിക്കുന്നുണ്ട്. പക്ഷേ നാം പലയിടത്തും തളർന്നു പോകുന്നുണ്ട്. അതേ, ഒരു തൃപ്തി പ്രാപിക്കാൻ കഴിയാതെ നമുക്ക് മടങ്ങി വരുന്നുണ്ട്. ഒരു വാക്കായിരിക്കാം, പക്ഷേ പകുതി വഴി വച്ച് തന്നെ നാം തളർന്നു പോകുന്ന രീതി, ക്ഷീണിച്ചു പോകുന്നവരായിരിക്കാം. പക്ഷേ യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നിന്നെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ് അത്രേ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പ്രിയ ദൈവം, ഇതിൽ ആരും നിന്നെ കണ്ട് മനസ്സലിഞ്ഞില്ലെങ്കിലും യേശു കർത്താവ് നിന്നെ കണ്ട് മനസ്സലിയ, നിന്നോട് മനസ്സലിയുന്ന കർത്താവ്. അതേ സ്തോത്രം. നിന്റെ അവസ്ഥകളെ മനസ്സിലാക്കി നീ തളർന്നു പോകുവാൻ ഇടയാകാതവണ, നീ ക്ഷീണിച്ചു പോകുവാൻ ഇടയാക്കാതവണ, നീ വഴിവെച്ച് വീണ് പോകാതിരിക്കേണ്ടതിനായിട്ട് സ്തോത്രം, നിനക്ക് വേണ്ടത് തന്നു പോഷിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നിനക്ക് വേണ്ട ഉപദേശങ്ങൾ തന്ന ശേഷം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് വേണ്ടത് ഭക്ഷിക്കുവാൻ കൊടുത്തു, അവര് തിന്ന് തൃപ്തി പ്രാപിച്ചു, ശേഷിച്ചത് എടുത്തു. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, അത് യേശുവിന്റെ അടുക്കൽ വരുന്ന ദൈവ പൈതലേ, നിന്നെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. നീ തളർന്നു പോകാൻ ഇടയാകാതെ വണ്ണം നിന്നെ കണ്ട് മനസ്സലിഞ്ഞ് നിനക്ക് വേണ്ടതിനെ തരുന്ന ഒരു യേശു കർത്താവുണ്ട്. ആ കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ യേശു കർത്താവ് വെറും കൈയായി വിടുകയില്ല. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പം ദൈവമേ, അങ്ങോട്ട് അടുക്കൽ വരുന്നവരെ ആരെയും വെറും കയ്യായി വിടാത്ത കർത്താവ്, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരാനായിട്ട് അരളി ചെയ്ത കർത്താവേ, അങ്ങോട്ട് കർത്താവിടെ സനിൽ കടന്നു വന്നിരിക്കുമ്പോ ഈ പകൽക്കാലം അവരെ തൃപ്തിയാക്കുന്ന കർത്താവിന്റെ കര, അവരോട് മനസ്സലിവി കാണിക്കുന്ന കർത്താവിന്റെ കര യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടപ്പ. ഈ പകൽക്കാലം മുതൽ അസാധാരണ ചില ദൈവ പ്രവർത്തികൾ കർത്താവേ, അപ്പൊ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് അവർ വഴി വെച്ച് നശിച്ചു പോകാതിരിക്കുക, വഴി വെച്ച് തളർന്നു പോകാതിരിക്കുക, അങ്ങോട്ട് കൃപയും കരുതലും കരുണയും ഹല്ലേലൂയ അപ്പാ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.